നമസ്കാരം, ഞാൻ അജയ് വി മാരാർ, അജയ് ഉണ്ണി എന്ന് തൊടുപുഴയിൽ അറിയപ്പെടും. ഞാൻ ഇത്തവണ തൊടുപുഴ നിയോജക മണ്ഡലം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ജൂൺ മീറ്റ്സ് കാൻഡിഡേറ്റ്സിൽ കൂടെയുള്ളത് ഞാൻ RJ മാനസിയാണ്. അപ്പം ഞാനൊക്കെ നിൽക്കുന്നത് ഇപ്പോൾ തൊടുപുഴയിലാണ്. തൊടുപുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അജയൻ ഉണ്ണിയാണ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടികളൊക്കെ എങ്ങനെയാണ്? പ്രചരണ പരിപാടിയൊക്കെ എന്നോട് സ്നേഹമുള്ളവരും എന്നോട് ആത്മാർത്ഥമുള്ളവരും എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരുടെയും കനിവുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്ലെക്സുകളും കുറച്ച് പോസ്റ്ററുകളും അനൗൺസ്മെൻറ്റും ഒക്കെ ആയിട്ട് അത്യാവശ്യം ഇവരുടെ ഒരു 2.0 ആയിട്ട് പ്രമുഖ മുന്നണിക്കൊപ്പം തന്നെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അജയൻ ഉണ്ണി എന്നൊരു സ്ഥാനാർത്ഥി എങ്ങനെയായിരിക്കും തൊടുപുഴക്കാർക്ക് പരിചയപ്പെടുത്തുന്നത്? അജയൻ ഉണ്ണി എന്ന ഒരു സ്ഥാനാർത്ഥിയെ ഞാൻ പറയുന്നില്ല, 100 പേരിൽ ഞാൻ ഒരു 70 പേർക്ക് അജയൻ ഉണ്ണിയെ അറിയായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് മേഖലയിൽ ഒരുപാട് ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ തൊടുപുഴ പട്ടണത്തിൽ, തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ. ഓക്കെ, അപ്പോൾ ഇനിയുള്ളൊരു 5 വർഷം ഒരു സ്ഥാനാർത്ഥി എന്നുള്ളൊരു രീതിയിൽ നിന്നല്ലാതെ ഒരു പ്രതിനിധിയായി മാറുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ആശുപത്രിയിൽ ഒരു പാവങ്ങൾക്കും ഒരു ഡോക്ടറും ഇല്ലാത്ത ഒരവസ്ഥ വരാണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ ഡോക്ടർമാരും എല്ലാ ദിവസവും വേണം. അതിൽ ഒരു ദിവസം ഡോക്ടർമാരാണെങ്കിലും ഒരു അവധി കൊടുക്കുക, ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെയെങ്കിലും ചെയ്യുക. അങ്ങനെ ഒരു സംവിധാനങ്ങൾ വന്നിട്ട് സാധാരണക്കാർക്ക് അങ്ങനെ ഒരു ആശുപത്രി സൗകര്യം ഉണ്ടാക്കുക. രണ്ടാമതായിട്ട് നമ്മുടെ ഈ തൊടുപുഴ നിയോജക മണ്ഡലത്തിന്റെ ടൗണിൽ നടുക്കോടെ ഒഴുകുന്ന നല്ല ഐശ്വര്യമുള്ള നമ്മുടെ തൊടുപുഴയാറ്, നമ്മുടെ കണ്ണന്റെ മുന്നിൽ കൂടെ ഓടുന്ന തൊടുപുഴയാറിനെ മലിനപ്പെടുത്തുന്ന പരിപാടി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ മുഖ്യമായ അജണ്ട എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇവിടെ ഈ തൊടുപുഴ ടൗണിൽ സഹിതം ഞാൻ ഈ പറഞ്ഞ ഒരു ഡെലിവറി ബോയ് ആയിട്ട് വരെ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ഡെലിവറി ബോയ്സ്, ഈ പറഞ്ഞ ഉദാഹരണത്തിന് സ്വിഗ്ഗി, സൊമാറ്റോ, അങ്ങനെയുള്ള കുറേ പിള്ളേർ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടായിരുന്നു. നട്ടപ്പറ വെയിലത്തും നട്ടുച്ചയ്ക്കും നട്ടപ്പാതിരയ്ക്കും നട്ടെല്ല് റബ്ബറാക്കി ഇങ്ങനെ പണിയുന്ന കുറേ പാവങ്ങളുണ്ട്. അവരുടെ കാര്യം കൂടെ ഒന്ന് പറയാൻ തോന്നി. അവരുടെ ശമ്പള പരിഷ്കരണം അത് എന്നോട് പ്രത്യേകം ഏതെങ്കിലും ചാനൽ വന്നാൽ ഒന്ന് പറയാൻ തോന്നി. ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് വോട്ടർമാരുമാണ്. അപ്പോൾ ഇനി ജയിച്ചു പോകണ ആരാണെങ്കിലും ഇതൊന്ന് എൻ്റെ വാക്കൊന്ന് മാനിച്ചോട്ടോ. ഇതൊക്കെയാണ് അവരോടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധിയായി വരട്ടെ എന്നുള്ളതിനുള്ള എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നിങ്ങളുടെ അനുഗ്രഹവും വേണം. ഓക്കെ, എല്ലാവരും അനുഗ്രഹിക്കണം. എൻ്റെ ചിഹ്നം ലോറി. കേട്ടുകൊണ്ടിരിക്കൂ ജൂൺ FM 90.8. കേൾക്കാം, പാടാം, ആഘോഷിക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ ജൂൺ FM 90.8. കേൾക്കാം, പാടാം, ആഘോഷിക്കാം.